ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസ്റ്റ് ചെയ്യിപ്പിക്കണേ. അപ്പോൾ ഇന്നലെ നമ്മൾ റീഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആയിരുന്നു. ആർക്കെങ്കിലും പൈസ കിട്ടിയോ, ഏത് രീതിയിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പണം കിട്ടിയോ എന്നുള്ളതൊന്ന് പറയണേ. അതൊരു ലക്കിൻ്റെ കാർഡായിരുന്നു. ലോട്ടറി, ചിട്ടി, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കിട്ടാൻ ലേറ്റായി കിടന്ന പണമൊക്കെ നമുക്ക് കിട്ടിയതായിട്ട് വളരെ എനർജിയാണ്. അങ്ങനെ ആർക്കെങ്കിലും ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടായോ എന്നൊന്ന് പറയണം കേട്ടോ. അതുപോലെ ജസ്റ്റിസിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. അതൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. സൺ കാർഡ് ഉണ്ടായിരുന്നു. ഒരു പുതിയ തുടക്കം ഉണ്ടായതായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആയി എന്ന് പറയണം കേട്ടോ. ഇന്നലെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കമൻറ്റ്സ്. ഞാൻ എല്ലാ കമൻറ്റും വായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഏജ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തേക്കുന്നത് കണ്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. തന്നെ എപ്പോഴും നമ്മൾ വീഡിയോ കാണുമ്പം വീഡിയോയിൽ നിങ്ങൾ ലൈക്കോ കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു എനർജി എക്സ്ചേഞ്ച് ആണ്. അപ്പം കൂടുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ എനർജിയായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്ന ആർക്കോ വേണ്ടി വായിക്കുന്ന ഒരു റീഡിങ് നമ്മൾ വെറുതെ വന്നിരുന്ന് കാണുന്നൊരു എനർജിയെ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ എനർജി തീർച്ചയായിട്ടും അതിനകത്തുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ തുടർന്നുള്ള റീഡിങ്സിൽ നിങ്ങൾക്ക് ആ ഒരു റെസനേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സമയം ഉണ്ടെങ്കിൽ സമയം പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന്, ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് വാണ്ടാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ആളുകളുടെ സ്വാധീനം ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആർക്കും ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലും അത് വിസിബിൾ ആവുന്ന സമയത്ത് അതിനെ എതിർക്കാൻ ആളുകളുണ്ടാവും. ഇപ്പം നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ബന്ധത്തിൽ പെടുന്നു, നിങ്ങൾ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് അവരുടെ ആക്രമണം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ആളുകൾ നിങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ വളർച്ചയെ പിന്നിലേക്ക് പിടിക്കാനുള്ള ശ്രമം നടത്തും. അത്തരത്തിൽ നിങ്ങളെ വളർച്ചയെ പിന്നിലേക്ക് പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ശക്തി നിങ്ങൾക്കുള്ളിലുണ്ട്. നിങ്ങൾക്ക് പുറത്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അവർ എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലും അങ്ങനെയുള്ള ആളുകളുടെ ചിന്ത പുറത്തുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് 5 ഓഫ് വാണ്ട്. വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പുറത്തൊരു പടകൂട്ടം നടക്കുന്നുണ്ട്, ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ 5 ഓഫ് വാണ്ട് പറയുന്നത്. നിങ്ങൾക്കെതിരെ പുറത്ത് അതിശക്തമായ പടയൊരുക്കം നടക്കുന്നുണ്ട്. അതാണ് 5 ഓഫ് വാണ്ട്. അപ്പോൾ നിങ്ങളെ തകർക്കാനുള്ള ശക്തികൾ പുറത്തുണ്ട്, വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വഴക്കുണ്ടാക്കുവാണോ? ഓക്കെ, നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോ, ബേസിയോ, ഞാൻ ആ വഴി വരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അവിടെ വഴക്കുണ്ടാക്കുന്നവരെ ഉണ്ടാക്കിക്കോട്ടെ, അതൊന്നും എനിക്ക് ബാധിക്കത്തില്ല എന്ന് വിചാരിക്കണം. നമ്മളിതിനെ മനസ്സിലേക്ക് എടുക്കുന്ന സമയം മുതൽ നമ്മൾ നെഗറ്റീവ് ആവും, നമ്മുടെ എനർജി ലോ ആവും. അപ്പോൾ നമ്മളതിന് പോകണ്ട. അവർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളത് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു മൂവ് ഓൺ. നമുക്കിതൊന്നും അല്ലെങ്കിൽ കച്ചറ കാര്യങ്ങളിലൊന്നും തട്ടി വീഴാനുള്ളവരല്ല നമുക്ക് വി ഹാവ് ടു ഗോ ഫോർ എ ലോങ് ഡിസ്റ്റൻസ്. ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തട്ടി നമ്മളെ വീഴിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ നമ്മളതിലൊന്നും തളരരുത് രാമൻകുട്ടി, നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് 5 ഓഫ് വാണ്ട്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സംഘർഷമായിരിക്കും. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അതങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള നമ്മുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റും ആയിരിക്കാം 5 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പുറമേ നിന്നുള്ള ആക്രമണമാണെങ്കിൽ നമ്മളതിൽ പ്രതികരിക്കാൻ പോകണ്ട, നമ്മൾ കോൺഫ്ലിക്റ്റിൽ പങ്കുചേരാൻ പോകണ്ട. ഇനി മാനസിക സംഘർഷമാണെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട് അതിനെ ക്യാൻസൽ ചെയ്യുക, പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ആരെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കേണ്ട, അവരോടൊന്നും വർത്തമാനം പറയേണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ നമ്മുടെ മനസ്സിൽ ആ ചിന്തയെ ഇല്ലായ്മ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. കലാസ്, അത്രേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് കാർഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവിടെ പണത്തിൻ്റെ അബണ്ടൻസ് ആണ്. പണം വരുന്നുണ്ട്, പണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം, ജനറസ് ആയിരിക്കണം. മറ്റുള്ളവർക്കും കൂടെ, അർഹതപ്പെട്ട ആളുകൾക്കും കൂടെ കൊടുക്കണം. ഇത്രയും നാൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ അർഹതപ്പെട്ടവരായിരുന്നോ എന്നൊന്ന് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട മറ്റുള്ള ആളുകൾക്കും കൂടെ ഇന്ന് കൈ കഴിഞ്ഞ് സഹായം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഇന്ന് പല സോഴ്സിൽ നിന്ന് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പണത്തിൻ്റെ അബണ്ടൻസ് ഉണ്ട്. മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് 6 ഓഫ്
പെൻഡുകൾ പറയുന്നത്. അതുപോലെ ഇതൊരു കോംപ്രമൈസിൻ്റെ കാർഡാണ്. വരവും ചിലവും ഒരു കോംപ്രമൈസിൽ പോകണം, ബാലൻസിൽ പോകണം, എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ അർഹതപ്പെട്ട ആളുകൾക്കാണോ നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത്, സ്നേഹമായാലും എന്തായാലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ത് തന്നെയായാലും നമ്മുടെ കയ്യിലുള്ളത് നമ്മളെടുത്തതിൽ ബാക്കി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമല്ലോ, എന്തായാലും സ്നേഹമോ പരിഗണനയോ സമയമോ ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അത് അർഹതപ്പെട്ട ആളുകളാണോ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, നമ്മൾ നമ്മുടെ സമയം ശരിക്കും എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഫാമിലിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇല്ല എങ്കിൽ നമ്മളത് ഇന്ന് മുതലെങ്കിലും നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. അർഹതപ്പെട്ട ഇടങ്ങളിലാവട്ടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ. ഓക്കെ, അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. പണം അബണ്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഇത് കുറേ ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വരുന്നുണ്ട്. അതായത് നിങ്ങളിൽ ആരോ ഒരാൾ ഹൈലി സ്പിരിച്വലാണ്, ഒരു ഫീമെയിൽ എനർജിയാണ്, ഹൈലി സ്പിരിച്വലായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് വല്ലാതെ ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട്, ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും. ഇതെന്താണ് സംഭവിക്കുന്നത്, മറ്റേ ആൾ പറയാൻ പോകുന്ന വാക്ക് ഞാൻ ഓൾറെഡി പറയുന്നു, മറ്റുള്ളവർ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഓൾറെഡി കാണുന്നു, ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഇന്നലെ രാത്രി തന്നെ സ്വപ്നം കാണുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ആൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഇത് ഹൈലി ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീമെയിൽ എനർജിയാണ്. അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിൽ നിങ്ങൾ വളരെ വലിയൊരു പെട്ടെന്നായിരിക്കും ഒരു ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും നിങ്ങളൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ഒരു വലിയ എടുത്തുചാട്ടം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻഡ്യൂഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങളതിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ഇതെന്താ ചെയ്യേണ്ടത്, ഇതെന്താ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, വരാൻ പോകുന്ന കാര്യം കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വെപ്രാളപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഡിവൈൻലി ഓൾറെഡി കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസ്. ഇൻഡ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുക, കാണുക, അമ്മയോട് ഫോൺ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അമ്മയെ കാണാൻ പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഉണ്ട്. ഹൈ പ്രീസ്റ്റസ് അമ്മയുടെ എനർജി കൂടിയാണ്. തന്നെ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഫീമെയിൽ ലേഡിയിൽ നിന്നും നിങ്ങൾ ഗുരുസ്ഥാനീയാക്കുക, നിങ്ങൾ അവരെ ഗുരുവാക്കുക, അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അവരിൽ നിന്ന് ഗൈഡൻസ് സ്വീകരിക്കുക, അത്തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫീമെയിൽ സ്പിരിച്വൽ പേഴ്സണിൽ നിന്ന് ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസ്. സോറി. ദെൻ ഏസ് ഓഫ് സോഡാണ്. ഇതൊരു ന്യൂ പ്രോജക്റ്റ്, അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഭാഗമാവുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ സംരംഭത്തിൻ്റെ ഭാഗമാവുന്നുണ്ടായിരിക്കും, പുതിയൊരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കും, ഒരു ആശയം ക്ലിയർ ആവുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ആശയം അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും. പുതിയതായിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് ഏർണിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും, ഒരു പുതിയ പ്രോജക്റ്റ്. അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത്. പുതിയ തുടക്കം തന്നെയാണ്. പിന്നെ ഇവിടെ അതൊരു കോൺഫ്ലിക്റ്റിൻ്റെ കൂടെ, ഒരു ന്യൂ കോൺഫ്ലിക്റ്റിൻ്റെയും കൂടെ കാർഡാണ്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സംഘർഷമായിരിക്കും. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് മാനസികമായിട്ടുണ്ടാകുന്ന സംഘർഷമാകാം, അതല്ലെങ്കിൽ ആശയപരമായിട്ട് മറ്റുള്ളവരുമായിട്ടുണ്ടാകുന്ന സംഘർഷമാകാം. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ഏസ് ഓഫ് സോഡ്സ് കേട്ടോ. സൺ കാർഡാണ്. സൺ കാർഡ് 2 ദിവസം കൊണ്ട് വരുന്നുണ്ടല്ലോ. സൺ കാർഡ് ഒരു വളരെ പുതിയ തുടക്കം എന്നാണ്. വളരെ ഇന്നസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അതായത് പാസ്റ്റിലെ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് നിങ്ങൾ ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പാസ്റ്റ് മീൻസ് ഇന്ന് അല്ലെങ്കിൽ ഇന്ന് വരെയുള്ളത് ഇന്നത്തേത് മാത്രം ഇന്ന്, ബാക്കിയെല്ലാം ഇന്നലെയാണ്, പാസ്റ്റാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം മുതലാണ് പ്രസൻറ്റ്, അതിന് തൊട്ട് മുമ്പുള്ളത് വരെ പാസ്റ്റാണ്. അപ്പോൾ ഈ തൊട്ട് മുമ്പിലത്തെ നിമിഷം വരെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയം വരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് വേദനിച്ച് വിഷമിച്ച് കരഞ്ഞ് തളർന്നൊക്കെ ആയിരിക്കും ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കും, ഇനി തൊട്ട് ഞാനിങ്ങനെ വേദനിക്കാൻ തയ്യാറല്ല, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ രാവിലെ ആകുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു പുതിയ തുടക്കമാണ്. നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്, വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ദിവസമാണ്, പുതിയ നല്ല തോട്ടുകൾ മനസ്സിലേക്ക് വരുന്ന ദിവസമാണ്, പുതിയ തുടക്കമാണ്, യാത്ര പോകുന്ന ദിവസമാണ്. ഇന്നൊരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി നമുക്ക് ജീവിതത്തെ കാണാൻ പറ്റും. പാസ്റ്റിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നിട്ട്
വളരെ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടാണ് സൺ കാർഡ് പറയുന്നത്. ഇതൊരു നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വാർത്ത കേൾക്കുക, നമ്മളെ ആളുകൾ പുതിയൊരു ആൾ ജീവിതത്തിലേക്ക് വരിക, അതുപോലെ പുതിയൊരു കാര്യം നമ്മുടെ ലൈഫിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് സൺ കാർഡ് പറയുന്നത് കേട്ടോ. വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമാണെന്നാണ് ഈ സൺ കാർഡ് പറയുന്നത്. സൺ കാർഡാണ് ഈ 78 കാർഡ്സിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ്സ് എന്ന് പറയുന്നത് സൺ കാർഡാണ്. ദെൻ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നമ്മുടെ പരമ്പരാഗതമായി കിട്ടി നമുക്ക് കൈമാറി വന്നിട്ടുള്ള സ്വത്തിനെ നമ്മൾ പരിപാലിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏർണിംഗ് മെമ്പർ ആണെന്ന് വിചാരിക്കുക, നമുക്ക് സാലറി ഒക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടിയ പണം കൊണ്ട്, ഇത് ഫീമെയിൽസിനോടാണ് പറയുന്നത്, ഫെമിനൈൻ എനർജീസിനോടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ശമ്പളം കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ പണം വീടിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ ശ്രമിക്കുക, ആ വീടിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പണം സമ്പാദിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളാണ് കേട്ടോ. അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്. ഒരു വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ വർക്കിംഗ് പേരൻ്റെന്നോ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് മച്വർ ലേഡീന്നോ ഒക്കെയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അതുപോലെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയും കൂടിയാണ്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകളെയും കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അത് കിട്ടുമോ ഇല്ലേന്ന് നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളവരെ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണ്, പക്ഷേ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ വസ്തു വിറ്റതിൻ്റെ ബാക്കി പൈസയോ, നിങ്ങളുടെ വണ്ടിയുടെ എന്തെങ്കിലും പൈസയോ, വണ്ടി വിറ്റ പൈസയോ, വാങ്ങിച്ച പൈസയോ, അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള സ്വത്തിൽ നിന്ന് തേങ്ങ വിറ്റ കാശായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വിറ്റിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പണം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അവരെ ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. 2 കാര്യങ്ങൾക്കിടയിൽ പെട്ടിരിക്കുക, 2 പ്രയോറിറ്റി വരിക, 2 ഓപ്പർച്യൂണിറ്റി വരിക, 2 ഒപ്പീനിയൻ വരിക, 2 ഓപ്ഷൻസ് വരിക. അപ്പോൾ ഇതിലേത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്, ജഗ്ലിംഗ് സിറ്റുവേഷനാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നമ്മളൊരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു, പക്ഷേ നമുക്കത് പറ്റുന്നില്ല. എന്നാൽ നമുക്ക് ഇങ്ങനെ ബാലൻസ് ഇല്ലാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും പോകാൻ പറ്റും. പക്ഷേ അങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഇന്നേ ദിവസം ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. 2 ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ചിലപ്പോൾ പൈസ കിട്ടാൻ 2 ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, പൈസ കൊടുക്കേണ്ട 2 ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഒക്കെയാണ് കേട്ടോ. അതുപോലെ പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സൂക്ഷിച്ച് മാത്രം പൈസ കൈകാര്യം ചെയ്യാം. എംപ്രസ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ടൊക്കെ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങളൊരു മദർലി അഫെക്ഷനുള്ളൊരു ലേഡിയാണെന്ന് എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും കരുതലോടും കൂടിയൊക്കെ പെരുമാറുന്ന ദിവസമാണ്. അതുപോലെ നിങ്ങൾ വളരെ ഭംഗിയായിട്ടിരിക്കും നിങ്ങളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അഡ്മയർ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ തോന്നിയ ഇന്ന ദിവസം നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ അപ്രീസിയേഷൻ കിട്ടാൻ സാധിക്കും. അബണ്ടൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും, വളരെ അബണ്ടൻസിലിരിക്കാൻ പറ്റും. ധാരാളം പണം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വളരെ തിളക്കം കൂടുതലായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ്. അതുപോലെ നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും പോയാൽ നിങ്ങളായിരിക്കും ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും ഇന്ന് കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ പറഞ്ഞ എംപ്രസിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു ഫെർട്ടിലിറ്റിയുടെയും കൂടെ കാർഡാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, ബേബീസ്, പ്രഗ്നൻസി വരിക, പ്രഗ്നൻസി റിവീൽഡ് ആവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് എന്നുള്ളത്. അത്തരം ഒരു എനർജിയിലാണ് ഈ പറഞ്ഞ എംപ്രസ് എനർജി വരുന്ന ദിവസങ്ങളിൽ ഉള്ളത്. ചിലപ്പം മെൻസ്ട്രേഷനുള്ള ലേഡീസൊക്കെ ഉണ്ടാവും വീഡിയോ കാണുന്നപ്പോൾ. അത് ഫെർട്ടിലിറ്റിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ 2 ഓഫ് കപ്സ് ആണ്. 2 ഓഫ് കപ്സ് നമ്മളെപ്പോഴും കാണാൻ കൊതിക്കുന്നൊരു കാർഡാണ്. ഒരു സോൾമേറ്റ് എൻട്രിയാണ്. സോൾമേറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ 2 പേരിൽ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ റീയൂണിയൻ ഇന്ന് പോസിബിളാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന അങ്ങോട്ട് എന്ത് കൊടുത്താലും അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട്
ഇങ്ങോട്ടും തിരിച്ചു കിട്ടും. നിങ്ങൾ അങ്ങോട്ടൊരു കപ്പ് ഓഫ് ലവ് കൊടുത്താൽ ഇങ്ങോട്ടൊരു കപ്പ് ഓഫ് ലവ് കിട്ടും. നിങ്ങൾ ഇന്ന് അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടും. അങ്ങോട്ട് ബഹുമാനം കൊടുത്താൽ ഇങ്ങോട്ട് ബഹുമാനം കിട്ടും. അത്തരത്തിലുള്ളൊരു എനർജിയാണിത്. അതുപോലെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് നല്ലതായിട്ട് ഗ്രോ ചെയ്യാൻ, അതിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ സ്നേഹമായിട്ട് എല്ലാവരോടും പെരുമാറാൻ പറ്റും. വളരെ സട്ടിലായിരിക്കും, വളരെ ഗ്രൗണ്ടഡ് ആൻഡ് ജനറസ് ആയിട്ടിരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. ഒരു സോൾമേറ്റ് എൻട്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോൾമേറ്റ് യൂണിയനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഹാങ്ഡ് മാനാണ്. ഇത് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക, നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് നമുക്ക് എത്തുമ്പടിയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് മടുത്തിട്ട് നമ്മളതിന് തീരുമാനമില്ലാത്തതുകൊണ്ട് നമ്മൾ സറണ്ടർ ചെയ്യും. ദൈവം എന്നാന്ന് വെച്ചാൽ തീരുമാനിക്കുക, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ വരുന്ന പോലെ വരട്ടെ, അതേ ഏറ്റോളം എന്നുള്ള രീതിയിൽ നമ്മളതിനെ പിന്നെ വിട്ടുകളയും. നമ്മളായിട്ടൊരു തീരുമാനം എടുക്കാൻ നിൽക്കാൻ നമ്മൾ വിട്ടുകളയത്തില്ലേ, അതാണ് ഈ ഹാങ്ഡ് മാൻ്റെ എനർജി. അപ്പോൾ അങ്ങനെ ഹാങ്ഡ് മാൻ്റെ എനർജി വരുന്ന സമയങ്ങളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട് നമ്മൾ ശരിക്കും ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളെടുക്കേണ്ട തീരുമാനത്തിലൂടെ ആയിരിക്കും ഇതിന് മുന്നോട്ട് പോകേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ വിധി വരുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. അതിലും ഭേദം നമ്മളായിട്ട് നമ്മുടെ ഏറ്റവും ബെറ്റർ വേയിൽ നമ്മൾ ആലോചിക്കുക, നമ്മളൊരു തീരുമാനം എടുക്കുക, ആ രീതിയിലേക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം വിധിക്ക് വിട്ടു കൊടുത്തിട്ട് വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ ഒരു എനർജിയാണ് ഹാങ്ഡ് മാൻ. അതുപോലെ മടി പിടിച്ചിട്ട് പിന്നെ ചെയ്യാം എന്ന് വെച്ച് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന എനർജിയാണ്. തീരുമാനം എടുക്കാൻ പറ്റാതെ തലകുത്തി നിൽക്കുന്ന എനർജിയാണ്. തലകറക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. തലകറക്കം, മൂഡ് സ്വിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവുക. ഈ പ്രഷർ വേരിയേഷൻ വന്നിട്ട് ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന സമമാന മനുഷ്യരിന്ന് ഛർദ്ദിക്കും എന്നൊന്നും അല്ല കേട്ടോ, ചിലർക്ക് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ദെൻ ബോട്ടം നിൽക്കുന്നത് 2 ഓഫ് വാണ്ടാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചില ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്, ചില ആളുകളെ നിങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അപ്ഡേഷൻസ് നിങ്ങൾ നോക്കുന്നുണ്ടാവും. അവർ സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ, അവർ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തോ, ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തോ എന്നൊക്കെ നോക്കിയിരിക്കുക. അതുപോലെ വെറുതെ നേരം വെളുത്ത് വൈകുന്നേരം വരെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വെറുതെ കറങ്ങി നടക്കുക, വെറുതെ സമയം സ്പെൻഡ് ചെയ്യുക. എന്നാലോചിച്ച് നോക്കണം, ഞാൻ എത്ര സമയം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര സമയം ഞാൻ വെറുതെ ഇരുന്നു കളഞ്ഞു എന്നുള്ളത് ഓർത്ത് നോക്കണം. ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമാണ്. അതുപോലെ ഒരാളെ മിസ് ചെയ്യുക, അയാൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അതായത് അയാളെക്കുറിച്ച് ഓർക്കുക, അയാളുടെ പഴയ ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കുക, അയാളുടെ ഈ പറഞ്ഞ അപ്ഡേഷൻസ് നോക്കുക. അതൊക്കെയാണ് അയാളെ ചേസ് ചെയ്യുക, അയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക, അതൊക്കെയാണ് കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാനൊക്കെ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പേരൻസ് ആ പഠനത്തിൻ്റെ മേഖലകളെയൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇനി അതല്ല നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്, സെർച്ച് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യം കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നെറ്റിലൊക്കെ ഇങ്ങനെ പരതത്തില്ലേ, ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കത്തില്ലേ, ആ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതാവാം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാവാനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് 2 ഓഫ് വാണ്ട് പറയുന്നത്. ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിന്നൊരു സ്ഥലത്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തെരഞ്ഞ് എന്നാൽ പിന്നെ ഇത് എടുക്കാം, അല്ലെങ്കിൽ വേണോ എന്ന് ആലോചിച്ച് എന്നാൽ പിന്നെ ഇങ്ങനെ വേണം എന്ന് തീരുമാനിക്കുക. അതൊരു എനർജിയാണ് 2 ഓഫ് വാണ്ട്. കൂടുതലും മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും ഒരു സാധനം തേടി പിടിക്കുന്നതോ ഉത്തരം കണ്ടുപിടിക്കുന്നതോ ഒരു കാര്യം എടുക്കാമെന്ന് തീരുമാനിക്കുന്ന അങ്ങനെയുള്ള എന്തോ ഒരു എനർജിയാണ്. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിങ്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് യെസ് ആണ് കേട്ടോ. നിങ്ങൾ സ്റ്റക്കനസിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, മുന്നോട്ട് പൊക്കോളൂ എന്നാണ് പറയുന്നത്. യെസ് ആണ് കേട്ടോ. ദെൻ രണ്ടാമത്തത് ഹെൽപ്ഫുൾ പീപ്പിളാണ്. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്നൊരാഗ്രഹം അല്ല എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആയിട്ട് സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പേടിക്കണ്ട, മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളിലൂടെ ആയിരിക്കും സഹായം എത്തിച്ചേരുന്നപ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടുമെന്നാണ് കാണുന്നത് കേട്ടോ. മൂന്നാമത്തെ കാർഡ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നടക്കുമെന്ന് കാണുന്നുണ്ട്. ബോട്ടം നിൽക്കുന്ന അബണ്ടൻസ് ആണ്.
അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ഒക്കെ കാർഡ് വരുന്നുണ്ട്. അപ്പോൾ കുറേ അധികം ആളുകൾക്ക് പൈസയൊക്കെ വന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പൈസ കിട്ടുന്നവരൊന്ന് പറയണം കേട്ടോ, പൈസ കിട്ടിയോ, നിങ്ങൾ അബണ്ടൻ്റ് ആയോ എന്നൊക്കെ വന്ന് പറയണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ആദ്യം പറഞ്ഞ പോലെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നാളെ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആർക്കോ വേണ്ടി വായിക്കുന്നത് നമ്മൾ വന്നിരുന്ന് കാണുന്നു എന്നുള്ളൊരു എനർജി ഉള്ളത്. അതേസമയം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെയും കൂടെ എനർജി അതിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.